ഒരു മരം മുറിക്കാൻ എനിക്ക് 6 മണിക്കൂറുകൾ ലഭിക്കുകയാണെങ്കിൽ അതിലെ ആദ്യ 4 മണിക്കൂറുകൾ ഞാൻ ചിലവഴിക്കുക എൻ്റെ മഴുവിൻ്റെ മൂർച്ച കൂട്ടുവാനായിരിക്കും. സ്വന്തം സ്വപ്നങ്ങൾക്ക് പിന്നാലെ ഒരുപാട് സഞ്ചരിച്ച് ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് വരെയായി മാറിയ എബ്രഹാം ലിങ്കൻ്റെ വാക്കുകളാണ് ഇവ. സക്സസ് എന്ന വാക്കിന് സ്വന്തം ജീവിതത്തിൽ ഒരു ഡെഫിനേഷൻ നൽകിയ ആ മനുഷ്യൻ നമ്മോട് പറയുന്നു, സക്സസ് തേടിയാണ് നിങ്ങളുടെ യാത്രയെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് സ്മാർട്ട് വർക്കാണ്. ഹാർഡ് വർക്ക് ഓർ സ്മാർട്ട് വർക്ക്, ഏതാണ് മികച്ചത്? നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നേടിയെടുക്കാൻ നമ്മെ ഒരുപാട് സഹായിക്കുക എപ്പോഴും ഹാർഡ് വർക്കാണെന്ന് നാം കേട്ടിട്ടുണ്ട്. പക്ഷേ ഹാർഡ് വർക്കാണോ സ്മാർട്ട് വർക്കാണോ, ഏതാണ് ബെറ്റർ, ഏതാണ് നമുക്ക് വേണ്ടത് എന്ന ചോദ്യം ഇന്നും ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. ഒരു ചെറിയ കഥ പറയാം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൊച്ചു ഗ്രാമത്തിൽ 2 കുട്ടികൾ ജനിക്കുകയാണ്. അവർ ഇരട്ടക്കുട്ടികളായിരുന്നു. ഇവരിൽ മൂത്തയാളുടെ പേര് വാൾട്ടർ എന്നും രണ്ടാമത്തെ ആളുടെ പേര് ഷെർലോക്ക് എന്നുമായിരുന്നു. ഇവരുടെ മാതാപിതാക്കൾ സാധാരണ കൃഷിക്കാരായിരുന്നു. എല്ലാ മാതാപിതാക്കളെയും പോലെ തങ്ങളുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ചെറുപ്പം മുതലേ മാതാപിതാക്കളുടെ കഠിനാധ്വാനം കണ്ട് 2 കുട്ടികളും നന്നായി പഠിക്കാൻ ശ്രമിക്കുമായിരുന്നു. അവർ 2 പേരും ഒരുപോലെ പഠനത്തിലും മറ്റു പാഠ്യേതര കാര്യങ്ങളിലും മികവ് പുലർത്തുന്നവരും മാതാപിതാക്കൾക്ക് എന്നും അഭിമാനത്തിന് വകയുണ്ടാക്കിയവരുമായിരുന്നു. ഇനി നാം ഈ കഥയിൽ ചെറിയൊരു ജമ്പ് നടത്തുകയാണ്. വർഷങ്ങൾ കടന്നുപോയി. ഇരുവർക്കും ഇപ്പോൾ 40 വയസ്സായി. ഷോക്കിംഗ്ലി ഇവർ ഇരുവരും ഇപ്പോൾ ഭ്രാന്താശുപത്രിയിലാണ്. തെറ്റിദ്ധരിക്കരുത്, ഇവർക്ക് മനോരോഗമുള്ളത് കൊണ്ടല്ല, മറിച്ച് വാൾട്ടർ ഇവിടുത്തെ സൈക്കാട്രിക് ഡോക്ടറും ഷെർലോക്ക് ഇവിടുത്തെ ആംബുലൻസ് ഡ്രൈവറുമാണ്. എല്ലാ കാര്യങ്ങളിലും ഒരുപോലെ മികവ് പുലർത്തിയ വാൾട്ടറും ഷെർലോക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെയായി പരിണമിച്ചതെന്ന് നമുക്ക് സ്മാർട്ട് വർക്കിൻ്റെയും ഹാർഡ് വർക്കിൻ്റെയും വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ലെറ്റ്സ് ബിഗിൻ. നമ്പർ 1. ഒന്നാമതായി ഈ 2 പദങ്ങളുടെയും അർത്ഥം നമുക്ക് നോക്കാം. ഹാർഡ് വർക്ക് എന്നാൽ നമുക്കിങ്ങനെ സിമ്പിളായിട്ട് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഒരുപാട് മണിക്കൂറുകൾ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായി നാം ഉപയോഗിക്കുന്നു. ഇതേസമയം സ്മാർട്ട് വർക്ക് ആവട്ടെ ഏതെങ്കിലും ഒരു ടാസ്ക് അല്ലെങ്കിൽ എ നമ്പർ ഓഫ് ടാസ്ക്സ് വളരെ എഫിഷ്യൻ്റ് ആൻഡ് എഫക്റ്റീവായി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ നാം കണ്ടെത്തുന്ന മാർഗങ്ങൾ. നേരത്തെ പറഞ്ഞ വാൾട്ടറിൻ്റെയും ഷെർലോക്കിൻ്റെയും എക്സാമ്പിൾ തന്നെ എടുക്കാം. എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാനോ ചെയ്യാനോ ഉണ്ടെങ്കിൽ ഇരുവരും എല്ലായ്പ്പോഴും കഠിന പ്രയത്നം ചെയ്യുമായിരുന്നു. പക്ഷേ ഹാർഡ് വർക്ക് ചെയ്തപ്പോഴും ഷെർലോക്കിൻ്റെ രീതി എന്ന് പറയുന്നത് തൻ്റെ മുൻപിലുള്ള എല്ലാം കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുക എന്ന് മാത്രമായിരുന്നു. കൃത്യമായ ഒരു ടൈം ടേബിൾ ഉണ്ടായിരുന്നില്ല. സിസ്റ്റമാറ്റിക് ആൻഡ് ഓർഗനൈസ്ഡ് ആയ ഒരു മെത്തേഡും ഷെർലോക്കിന് ഉണ്ടായിരുന്നില്ല. അതേസമയം വാൾട്ടറിനാകട്ടെ ഇന്ന സമയത്തിനുള്ളിൽ ഞാൻ ഇന്നത് പഠിച്ചു തീരും, ഇത്രയും പോർഷൻസ് ആയിരിക്കും ഞാൻ ഈ സമയത്തിനുള്ളിൽ പഠിച്ചു തീരുക, അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഇന്ന മെത്തേഡ്സ് ആയിരിക്കും എന്ന വ്യക്തമായ ഒരു പ്ലാൻ ആദ്യമേ വാൾട്ടറിനുണ്ടായിരുന്നു. നമ്പർ 2. എസെൻഷ്യൽ ഫോക്കസ്. ഹാർഡ് വർക്ക് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് കൂടുതലായി ക്വാണ്ടിറ്റിയിലായിരിക്കും. ബട്ട് ഇൻ കേസ് ഓഫ് സ്മാർട്ട് വർക്ക് ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും അവിടെ ഒരുപോലെ മാറ്ററാണ്. ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ചയില്ല. അതേസമയം ഇത്രമേൽ ക്വാണ്ടിറ്റി ഞാൻ കൈവരിക്കും എന്നൊരു സ്മാർട്ട് പ്ലാൻ ഉള്ളതുകൊണ്ട് തന്നെയാണ് അതിനെ സ്മാർട്ട് വർക്ക് എന്ന് നാം വിളിക്കുന്നത്. കഥയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഷെർലോക്കിന് എപ്പോഴും താൻ അച്ചീവ് ചെയ്യുന്ന ഗോളുകളിൽ ഒരു ഫോക്കസ് ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അത് കംപ്ലീറ്റ് ചെയ്യുക മാത്രമായിരുന്നു ഉദ്ദേശം. എന്നാൽ തൻ്റെ ഫോക്കസ് നിലവാരത്തോടെ അച്ചീവ് ചെയ്യുക എന്നൊരു ചിന്തയായിരുന്നു വാൾട്ടറിനുണ്ടായിരുന്നത്. നമ്പർ 3. മൂന്നാമതായി നാം കാണാൻ പോകുന്നത് ഹാർഡ് വർക്കിൻ്റെയും സ്മാർട്ട് വർക്കിൻ്റെയും അപ്രോച്ചുകൾ എങ്ങനെയാണെന്നാണ്. ഹാർഡ് വർക്കിലേക്ക് നോക്കുകയാണെങ്കിൽ അത് എപ്പോഴും ഒരു കൺവെൻഷണലായ സമീപനമായിരിക്കും ഓരോ ടാസ്കുകളോടും നടത്തുന്നത്. ഹാർഡ് വർക്കിൽ പലപ്പോഴും ഫ്ലെക്സിബിലിറ്റി കാണില്ല, മറിച്ച് എപ്പോഴും വളരെ സ്ട്രിക്റ്റായ അതേസമയം ഡിസിപ്ലിൻഡായ ഒരു അപ്രോച്ചായിരിക്കും കാണുക. സ്മാർട്ട് വർക്കിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം എപ്പോഴും സ്മാർട്ട് വർക്കിൻ്റെ ടാസ്കുകൾ എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആയിരിക്കും. ഓരോ കാര്യങ്ങൾക്കനുസരിച്ച് വർക്കിംഗ് പ്രോസസ്സ് അനുസരിച്ച് നമുക്ക് പ്രയോറിറ്റി ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഓർഗനൈസ് ചെയ്യപ്പെടുന്നതും നാം അക്കംപ്ലിഷ് ചെയ്യുന്നതും. കമ്മിങ് ബാക്ക് ടു ദ സ്റ്റോറി, ഷെർലോക്ക് നന്നായി പഠിക്കാൻ ശ്രമിക്കുമായിരുന്നു. തൻ്റെ ടൈം ടേബിളിൽ അദ്ദേഹം നല്ല രീതിയിൽ റിജിഡായിരുന്നു. എങ്ങനെയും തൻ്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നൊരു വാശി അദ്ദേഹത്തിനുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ഫ്ലെക്സിബിൾ ആകാൻ തീരെ തയ്യാറായിരുന്നില്ല. അതേസമയം വാൾട്ടർ ആവട്ടെ തൻ്റെ പ്ലാനുകളെപ്പറ്റി നല്ല ധാരണയുള്ള ആളായിരുന്നു. ഈ പ്ലാൻ മറ്റേതിനേക്കാൾ ബെറ്റർ ആണെന്ന് തോന്നിയാൽ ഉടനെ തന്നെ ബെറ്റർ പ്ലാനിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനും കൂടുതൽ ബെറ്ററായ ഓപ്പർച്യൂണിറ്റി ഓപ്റ്റ് ചെയ്യാനും വാൾട്ടറിന് സാധിച്ചിരുന്നു. നമ്പർ 4. നാലാമതായി നാം കാണാൻ പോകുന്നത് ഹാർഡ് വർക്കിൻ്റെയും സ്മാർട്ട് വർക്കിൻ്റെയും പ്രോസസ്സുകളിലുള്ള വ്യത്യാസത്തെ പറ്റിയാണ്. ഹാർഡ് വർക്കിനുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സമീപനമായിരിക്കും. അതായത് ഏതെങ്കിലും സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക്, ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ടൈം, ദാറ്റ്സ് ഓൾ. ഇതേസമയം സ്മാർട്ട് വർക്കിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ എപ്പോഴും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സായിരിക്കും നാം കാണുക.
ജസ്റ്റ് വർക്കിംഗ് എന്നതിനേക്കാൾ ഉപരി സ്മാർട്ട് വർക്കിൽ മുന്നിട്ട് നിൽക്കുന്നത് പ്ലാനിങ്, അതുപോലെ ടാസ്കുകൾ തരംതിരിച്ച് നടത്തുന്ന ഒരു രീതി, കൂടാതെ അത് ഓർഗനൈസ് ചെയ്ത് നടത്താനുള്ള ഒരു സ്റ്റൈൽ, അതും കൂടാതെ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ടുള്ള ഷെഡ്യൂൾ, ഇവയൊക്കെ ആയിരിക്കും. പലപ്പോഴും കൂടുതൽ സിസ്റ്റമാറ്റിക്കായി നടക്കുന്നത് സ്മാർട്ട് വർക്ക് ആയതുകൊണ്ട് തന്നെയാണ് സക്സസ് അച്ചീവ് ചെയ്യുന്ന കാര്യത്തിൽ സ്മാർട്ട് വർക്ക് മുന്നിട്ട് നിൽക്കുന്നത്. നമ്മൾ കഥയിലേക്ക് തിരിച്ചു വരികയാണ്. ഷെർലോക്കിനുണ്ടായിരുന്ന സമീപനമാണ് ഹാർഡ് വർക്ക് എന്ന് നമുക്ക് കാണാം. ബിക്കോസ് ആക്ടിവിറ്റീസ് എല്ലായ്പ്പോഴും റിജിഡ് ആയതുകൊണ്ട് തന്നെ ഫ്ലെക്സിബിലിറ്റിക്ക് അവിടെ സ്പേസ് ഇല്ലായിരുന്നു. വളരെ കൺവെൻഷണലായ രീതിയിൽ തന്നെ ടാസ്കുകൾ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്ട്രാറ്റജിയിൽ മാറ്റം വരുത്താനോ അത് വിജയിക്കുമോ ഇല്ലയോ എന്ന് ചിന്തിക്കാനോ പോലും അദ്ദേഹം മുതിർന്നിരുന്നില്ല. അറ്റ് ദ സെയിം ടൈം വാൾട്ടറിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒട്ടും റിജിഡ് അല്ലാത്ത, നല്ല രീതിയിൽ ഫ്ലെക്സിബിളായ, കൂടുതൽ സിസ്റ്റമാറ്റിക്കായ, അതേസമയം എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻ്റായ, ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ ഒരേ സമയം സൗണ്ട് ആൻഡ് ഹെൽത്തിയായ ഒരു രീതിയായിരുന്നു. ലാസ്റ്റ് ആൻഡ് ഫൈനലി നമ്പർ 5. ഇനി നാം കാണാൻ പോകുന്നത് ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസങ്ങളിലൊന്നായ ഗോൾ അക്കംപ്ലിഷ്മെൻ്റ് ആണ്. സീരിയസ്ലി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്തു തീർക്കേണ്ട ഒരു വർക്കാണെങ്കിൽ എല്ലായ്പ്പോഴും ഹാർഡ് വർക്ക് ആയിരിക്കില്ല നമ്മെ നല്ല രീതിയിൽ ഗോൾ അച്ചീവ് ചെയ്യാൻ സഹായിക്കുക, മറിച്ച് സ്മാർട്ട് വർക്ക് തന്നെയായിരിക്കും. കാരണം എപ്പോഴും സ്മാർട്ട് വർക്ക് ചെയ്യുന്നത് വഴി എങ്ങനെ സമയം ഏറ്റവും ബ്യൂട്ടിഫുള്ളായി യൂസ് ചെയ്യാം, നമ്മുടെ ഒബ്ജക്റ്റീവ്സ്, നമുക്ക് മുൻപിലുള്ള ടൈം ലൈൻസിന് മുൻപ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു തന്നുകൊണ്ടാണ്. അവസാനമായി കഥയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ എവിടെയാണ് ഷെർലോക്കിന് തെറ്റുപറ്റിയത് എന്ന് നമുക്ക് ശരിക്കും നോക്കാം. ആക്ച്വലി അത് ഗോൾ അക്കംപ്ലിഷ്മെൻറ്റിൽ തന്നെയാണ്. എല്ലായ്പ്പോഴും ഷെർലോക്കിൽ ഉണ്ടായ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ പഠിക്കുക, പഠിച്ചു തീർക്കുക എന്നത് മാത്രമായിരുന്നു. പക്ഷേ വാൾട്ടറിന് വലിയ വലിയ ദൗത്യങ്ങളുണ്ടായിരുന്നു. ജസ്റ്റ് ഇന്ന് തീർക്കാനുള്ള ടാസ്ക് തീർക്കുക എന്നതിനേക്കാൾ ഉപരി വാൾട്ടർ ലക്ഷ്യം വെച്ചിരുന്നത് എനിക്ക് ഒരു മാനസിക രോഗ വിദഗ്ധനാവണം, എനിക്കൊരു ഡോക്ടറാകണം എന്നൊരു ചിന്തയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനനുസൃതമായി കാര്യങ്ങൾ നിയന്ത്രിക്കാനും അതിനനുസൃതമായി പ്രവർത്തിക്കുവാനും പണ്ട് മുതലേ തീരുമാനിച്ചിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും സാധിച്ചിരുന്നു. അവസാനമായി പറയാനുള്ളത്, ഒരിക്കലും ഹാർഡ് വർക്ക് വേണ്ട, സ്മാർട്ട് വർക്ക് വേണം എന്നല്ല പറഞ്ഞത്, മറിച്ച് ഹാർഡ് വർക്ക് ചെയ്യുന്നതിനൊപ്പം സ്മാർട്ട് വർക്ക് കൂടി വേണം എന്നാണ്. സ്മാർട്ട് വർക്ക് എന്ന മെത്തേഡ് മാത്രമായിരുന്നു യൂസ് ചെയ്തിരുന്നതെങ്കിൽ വാൾട്ടർ ഒരിക്കലും വിജയിക്കില്ലായിരുന്നു. മറിച്ച് തൻ്റെ ഹാർഡ് വർക്കിനൊപ്പം സ്മാർട്ട് വർക്ക് കൂടെ ആഡ് ഓൺ ചെയ്യുന്നത് വഴിയാണ് വാൾട്ടർ ഇവിടെ വിജയിക്കുന്നതെന്ന് നമുക്ക് കാണാം. സോ ഹാർഡ് വർക്കിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നവരാവാതിരിക്കാം, എപ്പോഴും സ്മാർട്ട് വർക്ക് എന്നൊരു മെത്തേഡ് കൂടി കൂടെ കൂട്ടാം. Let us not just focus on success, be the success. Stay strong, stay inspired, inspiring freak.